ജീവിച്ച് 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 നമ്മുടെ ആത്മാവിൽ എന്ത് പിടിച്ചിട്ടുണ്ട്? അഴുക്ക് പിടിച്ചിട്ടുണ്ട്. ഈ അഴുക്ക് പിടിച്ചതിനെ മാറ്റുന്നതിന്റെ പേരാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണുകളിൽ പലതും കണ്ട് കണ്ട് കണ്ണുകൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? അഴുക്ക് പിടിച്ചിട്ടുണ്ട്. പലതും കേട്ട് കേട്ട് കാതുകൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? അഴുക്ക് പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അഴുക്ക് പിടിച്ച നമ്മുടെ ആത്മാവിനെ കഴുകി വിശുദ്ധീകരിക്കാനുള്ള ജലമാണ് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരുജലവും കഴുകി വിശുദ്ധീകരിക്കാനുള്ള രക്തമാണ് ഈശോയുടെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന രക്തവും എന്ന ബോധ്യത്തോടെ കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈശോ എന്തിനു വേണ്ടിയാണ് കുരിശിൽ മരിച്ചത്? നമ്മെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ കുരിശിൽ മരിച്ചത് നമ്മെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈശോയുടെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹമാണ്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. ഇനി തുടർന്ന് വായിച്ചേ. അപ്പോൾ എന്താണ് ഈ വിശുദ്ധീകരണം? തുടർന്ന് എഴുതിയിരിക്കുകയാണ്, വായിച്ചോ. അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. ഇമ്മോറൽ ലൈഫിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. ഹല്ലേലൂയ. എന്താണ് ഈ അസന്മാർഗികത എന്ന് പറഞ്ഞാൽ? വായിച്ചോ. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, അസന്മാർഗികത എന്ന് പറഞ്ഞാൽ ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കാത്ത ജീവിത രീതിയെയാണ് അസന്മാർഗികത എന്ന് പറയുന്നത്. അച്ഛൻ സ്നേഹപൂർവം ആവർത്തിക്കട്ടെ. അസന്മാർഗികത എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കാത്ത അവസ്ഥയെയാണ് എന്തെന്ന് പറയുന്നത്? അസന്മാർഗികത, ഇമ്മൊറാലിറ്റി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് ഒരു മാന്യതയില്ലാത്ത വസ്ത്ര രീതി മുതൽ മുകളിലേക്ക്